ഹലോ ഗൈസ്, ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് റോ ഡേറ്റയെ ക്ലീൻ ചെയ്ത് മാനേജ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യുന്നതാണ് നമ്മൾ ഇതിനോടകം പഠിച്ചല്ലോ. നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കാനായിട്ട് എന്തൊക്കെ ടൂൾ പഠിക്കണം എന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ ടൂളിൽ സ്കിൽ നേടണമെന്ന് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ കമ്പനിയിൽ എന്തൊക്കെ വേക്കൻസീസ് ആണുള്ളതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരേക്കും അത്തരത്തിലുള്ള വീഡിയോ ഈ ചാനലിൽ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡേറ്റ അനലിറ്റിക്സ് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ദയവായി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. പല കമ്പനീസും വ്യത്യസ്ത ടൂൾസും അപ്രോച്ചസും മെത്തഡോളജീസും ഒക്കെയാണ് ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്ട്സിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് ക്രോഡീകരിച്ച് ഒരു 5 സ്റ്റെപ്സിൽ കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ഡേറ്റ അനലിറ്റിക്സിലെ 5 Ds എന്ന് പറയുന്നത് ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന 5 സ്റ്റെപ്സ് അല്ലെങ്കിൽ 5 പ്രോസസ്സിനെ കുറിച്ചാണ്. നമുക്ക് ആ 5 പ്രോസസ്സിനെ ഡിസ്കവറി, ഡേറ്റ അക്വിസിഷൻ, ഡേറ്റ ക്ലീനിങ്, ഡേറ്റ മോഡലിംഗ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്നിങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേജ് ഡിസ്കവറി. ഡിസ്കവറി എന്ന് പറയുന്നത് എന്താണ്? കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്ത് കണ്ടുപിടിക്കുക? ഡേറ്റയിൽ നിന്ന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻസൈറ്റ്സും ഇൻഫർമേഷൻസും കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ എന്തിനാണ് ഒരു ഡേറ്റ അനലൈസ് ചെയ്യുന്നത്? നമ്മളൊരു ഡേറ്റ അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതുവഴി ബിസിനസ്സിന് ബെറ്റർ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് ഒരു ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും ഡേറ്റ അനലൈസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആയിട്ടായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് റീറ്റെയിൽ ഷോപ്പ് എടുക്കുക. റീറ്റെയിൽ ഷോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സൂപ്പർ മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര തരത്തിലുള്ള കസ്റ്റമേഴ്സ് വരുന്നത്, കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ബിഹേവിയർ അനുസരിച്ച് നമുക്ക് തന്നെ സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. എത്ര രൂപയ്ക്കാണ് ഒരു പർച്ചേസ് ചെയ്യുന്നത്, ഒരു മാസത്തിൽ ഒരു എത്ര പ്രാവശ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്, അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം കറന്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഫുഡ് ഫാൾസ് കുറവാണ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് കാണും അല്ലേ. അപ്പോൾ അത് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്താണ് ഡിസ്കവറി, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും യൂട്യൂബിലെ റെക്കമെൻഡഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. യൂട്യൂബിലെ റെക്കമെൻഡഡ് വീഡിയോസ് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ? 2011 കാലഘട്ടങ്ങളിൽ യൂട്യൂബ്, അതായത് ഗൂഗിൾ 2006 യൂട്യൂബിനെ അക്വയർ ചെയ്തു. അതിനുശേഷം 2011 കാലഘട്ടങ്ങളായപ്പം ഗൂഗിൾ ഐഡന്റിഫൈ ചെയ്തു യൂട്യൂബിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറഞ്ഞു വരുന്നു. അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് അവർ എന്ത് ചെയ്തു? അതാണ് അവർ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത്. ആ പ്രോബ്ലത്തിന് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ സോൾവ് ചെയ്യുന്നു. അതാണ് ഇനി അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡേറ്റ അക്വിസിഷൻ. അപ്പോൾ ഒരു യൂട്യൂബിൽ എന്തൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താണ് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന സമയം വർഷം തോറും കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിനായിട്ട് അവർ എന്ത് ചെയ്തു? അവർ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തു. നമുക്കറിയാം യൂട്യൂബ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഒരു കമ്പനിയാണ് അല്ലേ. അപ്പം അവർ ഗൂഗിളിൽ ഓരോ യൂസർ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററി അവരിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി അവർക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു യൂസർ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, ഏതൊക്കെ പേജിൽ എത്ര നേരം കയറിയിരിക്കുന്നു മനസ്സിലാവും. ഇതല്ലാതെ എന്താ, യൂട്യൂബിൽ അവർക്കൊരു സെർച്ച് എഞ്ചിൻ ഉണ്ട്, യൂട്യൂബിൽ നമ്മൾ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഒരു യൂസർ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, ഒരു യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്ത് എത്രാമത്തെ വീഡിയോ ആണ് കാണുന്നത്, ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്ര നേരം കാണും, അത് ഏത് ജോണറിലുള്ള വീഡിയോ ആണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് അടിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള ഡേറ്റ കളക്ഷനാണ് അല്ലെങ്കിൽ ഡേറ്റ അക്വിസിഷൻ ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്ലീനിങ്. ഡേറ്റ അനലിറ്റിക്സ് പ്രോജക്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. കാരണം ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് സോഴ്സസിലുള്ള ഡേറ്റ ആണല്ലോ. യൂട്യൂബിൻ്റെ നമ്മൾ നേരത്തെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് കൺസിഡർ ചെയ്യുക, യൂട്യൂബിലുള്ള ഡേറ്റ എടുത്ത് ഗൂഗിളിലുള്ള യൂസറിൻ്റെ ഡേറ്റ എടുത്തെന്ന് കൺസിഡർ ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ സോഴ്സിലുള്ള ഡേറ്റ കാണും. ഈ മൾട്ടിപ്പിൾ സോഴ്സിലുള്ള ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നതാണ് സിംപ്ലി പറഞ്ഞ ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ഈ കളക്ട് ചെയ്ത ഡേറ്റ ചിലപ്പോൾ എന്താ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിലേക്കുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതിൽ നിന്ന് മിസ്സിംഗ് ഡേറ്റാസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതിൽ നിന്ന് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാനുള്ള പോസിബിലിറ്റി, ഇതിനകത്ത് എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഡേറ്റ ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റിൽ 60% ഓഫ് ടൈം ഡേറ്റ ക്ലീൻ ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ പോകുന്നതാണ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ഡേറ്റ ക്ലീൻഡ് ഡേറ്റ അല്ല, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഡേറ്റ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻസൈറ്റ്സും പാറ്റേൺസും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല നമ്മൾ പ്രോബ്ലത്തിനുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ അതിൽ നിന്ന് കിട്ടാൻ എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മോഡലിംഗ് ആണ്. ഒൺസ് ഡേറ്റ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് ഡേറ്റയിൽ നിന്ന് ഇൻഡെപ്ത് ആയിട്ട് അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഡേറ്റ മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് ആൻഡ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റേജിലൂടെ ഡേറ്റ കടന്നു പോകുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മളുടെ പ്രോബ്ലത്തിനുള്ള ഏകദേശമുള്ളൊരു സൊല്യൂഷൻ എന്താണ് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഡേറ്റയിൽ നിന്ന്
സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് നമ്മൾ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കും. കോമൺലി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് എക്സൽ, പവർ BI, ടാബ്ലോ, SQL. ഇത്തരത്തിലൊരു കോഴ്സ് നമ്മുടെ എഡ്യൂർ ലേണിംഗിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഒരു 40ഓളം പ്രോജക്ട്സും ഉണ്ട്. നിങ്ങൾക്ക് അപ്പം ഡേറ്റ അനലിറ്റിക്സ് എന്ന മേഖലയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യാം. 9746211123 എന്നുള്ളതാണ് ആ നമ്പർ. സോ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസിൽ ആണ് നമ്മൾ ടൂൾസ് ആണ് നമ്മൾ ഡേറ്റ അനലിറ്റിക്സിന് യൂസ് ചെയ്യുന്നത്. ഓരോ ഡേറ്റ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ യൂണിവേരിയറ്റ് അനാലിസിസ്, ചിലപ്പോൾ ബൈവേരിയറ്റ് അനാലിസിസ്, ചിലപ്പോൾ റിഗ്രഷൻ ആയിരിക്കും, ചിലപ്പോൾ ടൈം സീരീസ് അനാലിസിസ് ആയിരിക്കും. ഉദാഹരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച യൂട്യൂബിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ കേസിൽ അവർ എന്താ ചെയ്തത്, റിഗ്രഷൻ അനാലിസിസ് ചെയ്തിട്ടാണ് അവർ റെക്കമെൻഡഡ് വീഡിയോ എന്നുള്ള സൊല്യൂഷനിൽ എത്തേണ്ടത്. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോബ്ലം എന്താണ്, ആൾക്കാർ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് അവർ ഡിഫറൻറ്റ് സോഴ്സിൽ ഡേറ്റ കളക്ട് ചെയ്തു. മൂന്നാം സ്റ്റേജിൽ അവർ ആ ഡേറ്റ ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അവർക്ക് അനാലിസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കി. നാലാമത്തെ സ്റ്റേജിൽ അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറിനെ എടുത്തിട്ട് യൂസർ ഏതൊക്കെ വീഡിയോ ആണ് നേരത്തെ കണ്ടിട്ടുള്ളത്, അതിൻ്റെ ജോണ്ടർ ഏതാണ്, എത്ര നേരം കണ്ടു എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഭാവിയിൽ അതേ യൂസറിന് അതേ ജോണ്ടറിലുള്ള വീഡിയോസ് കാണിച്ചു കഴിഞ്ഞാൽ അത് ആ ആൾക്കാർ കൂടുതൽ നേരം ആ വീഡിയോസ് കാണാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനായിട്ട് റിഗ്രഷൻ മെത്തേഡ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് എഞ്ചിൻ എന്നുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഈ ഒരു സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ നമ്മളിപ്പം എത്ര നേരം ഒരു വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ കയറുന്നത്. പക്ഷേ നമ്മൾ മിനിമം ഒരു 5-6 വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇതുവഴി ഈ റെക്കമെൻഡഡ് വീഡിയോസ് ഉള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ യൂട്യൂബിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടി. യൂട്യൂബിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടുന്നതുകൊണ്ട് എന്ത് പറ്റി, ആൾക്കാർ യൂട്യൂബിൽ അതിൻ്റെ റവന്യൂ കൂടുതലായിട്ട് വന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡേറ്റയിൽ നിന്ന് കണ്ടെത്തിയ ഇൻസൈറ്റ്സും പാറ്റേൺസും ഒക്കെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ നമ്മൾ മീൻ ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ ഒരുപാട് പ്ലോട്ട്സും ഗ്രാഫ്സും മാപ്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കോമൺലി പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാംസ്, ബാർ പ്ലോട്ട്, ട്രീ മാപ്പ് എന്ന് തുടങ്ങി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലോട്ട്സും ഗ്രാഫ്സും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ എവിടെയും ഡാറ്റ വിഷ്വലൈസേഷൻ ഒരു കോഴ്സുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളൊരു 42 ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ഡിഫറെൻറ്റ് പ്രോജക്ട്സിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ 9746211123 നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.